രാവിലെ എന്താണ് ഇയാൾ 63 ടോപ്പർ ആയിൽ നിന്ന് ഓരോ മാർക്കും കുറഞ്ഞിട്ടെന്നുള്ളതാണ്. അതാണ്, അത്രയും കോമ്പറ്റീഷൻ ആണ് അല്ലെ. ഓരോ മാർക്കുകളാണ് എന്ത് ചെയ്യുന്നത് കുറച്ച് വരുന്നത്. ഇപ്പൊ നമ്മൾ ഈ DU-ലെ ഈ ക്ലാസ്സിന്റെ പ്രൊജക്ട് നമ്മൾ എടുത്ത് പറയേണ്ടതും കൂടിയാണ്. നമ്മൾ മലപ്പുറം വേറൊരു കാര്യം, അതായത് ഒന്നാം സ്ഥാനക്കാരെ രണ്ടാം സ്ഥാനക്കാരെ നമ്മൾ ഔട്ട് ചെയ്തത് മുമ്പ്. ഓക്കെ, മൂന്നാം സ്ഥാനക്കാരനെ ആരും ഇതുവരെ അതാണ് ഞങ്ങളത് പറയുന്നത്. പക്ഷെ നാളെ രാവിലെ എന്താണ് അയാൾ വീട് വാതിൽ തുറന്ന ചില പല ആളുകളും കാണാതെ ഞാൻ സത്യത്തിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ഉമ്മാക്ക് വിളിച്ചിരുന്നു. അതായത് ഉമ്മാക്ക് ജസ്റ്റ് വിളിച്ചു. ഉമ്മ പറഞ്ഞാൽ എന്താ പറയുക, ഞങ്ങളെ നിങ്ങളാണ് ആദ്യം അറിയിക്കുന്നത് എന്ന് പറഞ്ഞു. കാരണം ഇതുവരെ അറിഞ്ഞ ഉമ്മ സർപ്രൈസ്ഡ് ആയിരുന്നു. സോ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു കാര്യം ഔട്ട് ചെയ്യുമ്പോൾ നമ്മുടെ സ്റ്റുഡൻസ് ആണല്ലോ, നമ്മൾ ഔട്ട് ചെയ്യുമ്പോഴാണ് മറ്റുള്ളവരെല്ലാവരും കുറെ സോഷ്യൽ മീഡിയയിൽ ഓടുന്നുണ്ട് ഞങ്ങളുടെ റിസൾട്ട് ആണ് ആവശ്യത്തിയോ. നമ്മുടെ മൂന്നാം സ്ഥാനം അറിയാത്ത ഒരു ഹിഡൻ വിന്നറാണ് ആക്ച്വലി. ഇതാണ് നമ്മുടെ നാദിഷ്. നാദിഷിനൊന്ന് കാണിച്ചു കൊടുത്തേ. ഹലോ നാദിഷ്. ഹലോ, യെസ്, കാണുന്നില്ലേ നമ്മുടെ ലൈവില്? എസ്പോ മോനെ നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. സംസ്ഥാന തലത്തിൽ NMMS-ലെ 3ാം റാങ്കുകാരനാണ് നാദിഷ്. അറിഞ്ഞിരുന്നോ? യെസ്, കുറച്ച് ഡിലേ ഉണ്ടാവും കേട്ടോ. വോയിസ് ഓക്കെ ആണോ? ക്ലിയർ ആവുന്നില്ലേ? ഓക്കെ. അപ്പൊ മക്കളെ, നിങ്ങള് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചാല് കേരളത്തിലെ ആദ്യ റാങ്കുകൾ കംപ്ലീറ്റ് സ്കൂൾ എന്താണ് തൂക്കിയെടുക്കുകയാണ്. ഒരിക്കലും അത് പൊക്കിയിറക്കല്ല അല്ലെ, പക്ഷെ തൂക്കിയിറക്കുകയാണ് എന്നുള്ളതാണ്. നാദിഷ് കേൾക്കുന്നുണ്ടോ? നാദിഷ് കേൾക്കുന്നുണ്ടോ? റേഞ്ച് ഇഷ്യൂ ഉണ്ട്. ഓക്കെ, കുഴപ്പമില്ല. അപ്പൊ എല്ലാവരും എന്താണ് നാദിഷിനെ കണ്ടിട്ടുണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നത്. ചിലപ്പോ മക്കള് ചിലപ്പോ വിചാരിക്കുന്നുണ്ടാവും എന്തൊക്കെ ഈ പറയുന്നൊക്കെ. മക്കളെ, എന്താ വെച്ചാല് റിയാലിറ്റിയാണ്. നമ്മള് നമ്മുടെ നാദിഷിന് എന്താണ് നമ്മുടെ സ്റ്റുഡൻസിനും എന്തൊക്കെയുണ്ട് എക്സ്പീരിയൻസ്? എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ കോച്ചിങ് എക്സ്പീരിയൻസ്? കോച്ചിങ് മെയിൻ ആയിട്ട് മെന്റർഷിപ്പ് തന്നെയാണ്. ഈ എല്ലാ സ്കൂളുകാർക്കും ഓരോ മെന്റർ വെച്ച് കൊടുക്കാറിഞ്ഞാല് അതിന്റെ ഒരു നല്ല കാര്യമാണ്. നിന്നെ ഇത്രയും വലിയൊരു സ്കോർ 163 എന്നുള്ള ഈ സ്കോർ നേടാൻ വേണ്ടിയിട്ട് സ്കൂൾ എങ്ങനെയൊക്കെ ഹെൽപ്പ് ചെയ്തു? സ്കൂളിലെ ലൈവ് ക്ലാസ്സും പിന്നെ ഈ മെന്റർ വിട്ട ഓരോ നോട്ട്സും അതൊക്കെ പ്രിന്റ് എടുത്ത് പഠിച്ച. പിന്നെ സ്കൂളിലെ ഓഫ്ലൈൻ ക്ലാസ്സുകളൊക്കെ നല്ല ഹെൽപ്ഫുൾ ആയോ? എങ്ങനെയുണ്ടായിരുന്നു ഓഫ്ലൈൻ ക്ലാസ്? ആണല്ലേ. അപ്പൊ എന്തായാലും സന്തോഷം മോനെ. കാരണം 163 മാർക്ക് എന്ന് പറയുന്നത് ഒരുപാട് വലിയ മാർക്കാണ്. അപ്പൊ അത് കിട്ടുക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല. അത് കേരളത്തിൽ 3ാം സ്ഥാനത്ത്. അപ്പൊ നമ്മൾ വരുന്നുണ്ട്. പലരും മോനെ തിരിച്ചറിഞ്ഞിട്ടുണ്ടാവില്ല 163 തേർഡ് എന്നുള്ളത്. പക്ഷെ ഇത് ഔട്ട് ചെയ്യാണ് നമ്മള്. എന്തായാലും ഞങ്ങൾ നിന്നെ കാണാൻ വരുന്നുണ്ട്. നമുക്കപ്പൊ കാണാം. ഇന്ന് വീട്ടിലില്ലല്ലോ? ഇപ്പൊ വീട്ടിലല്ലല്ലോ? അതെ, ഞാൻ പറഞ്ഞു സർപ്രൈസിലായിട്ടേ പറഞ്ഞു. ഓക്കെ, എന്തായാലും കാണാം കേട്ടോ. ശരിടാ. ഓക്കെ നൗഫൽ സാറേ, നമ്മളെ കമന്റ് ബോക്സിൽ കുട്ടികൾ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ഈ മാറ്റ് ഇൻവാലിഡ് ആയ ഒരു കാര്യം. അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അവസാനം